നമ്മളിന്നുണ്ടാക്കുന്നത് പഴം വെച്ചുള്ളൊരു ഇടിയപ്പമാണ്. അതിനായിട്ട് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരച്ച് വെച്ചിരിക്കുന്ന പഴം ഒഴിക്കുക. ഇത് കുഴച്ചെടുക്കാൻ നമ്മൾ ഇടിയപ്പത്തിന് വേണ്ടി ഇടിയപ്പത്തിൻ്റെ മാവ് കുഴയ്ക്കുക. പഴത്തിൻ്റെ ചാറുള്ളത് കൊണ്ട് അത് വെള്ളം പോലെ ആയതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പോരാങ്കിൽ സ്വല്പം വെള്ളം തിളയ്ക്കണമെങ്കിൽ തളിച്ചാൽ മതി. ചൂടുവെള്ളം തിളച്ച് വെച്ചിട്ടുണ്ട്. മാവ് റെഡിയായില്ലേ? മാവ് റെഡിയായി. അരമുറി തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്. അതിനകത്തിന് ആവശ്യത്തിനുള്ള ശർക്കര നമുക്ക് ചീകിയെടുക്കാം. ശർക്കര മേലത്ത് വെക്കാനാണോ? ശർക്കര ഇടിയപ്പത്തിനകത്ത് എടുത്ത് നമുക്ക് ഇത് പിഴിഞ്ഞൊഴിച്ചിട്ടേ തേങ്ങയും ശർക്കരയും കൂടെ ഇടയ്ക്ക് ഭാഗത്തിടാം. ഇതിന് വീണ്ടും തന്നെ ഉണ്ടെങ്കിൽ ഒരു ലെയറും കൂടെ ഇടാം. തേങ്ങ ഇത് രണ്ടും മിക്സ് ചെയ്ത് ശർക്കര തേങ്ങയും കൂടെ അല്ലെങ്കിൽ പാതിരിക്കട്ടെ. മതി. ഇപ്പം നന്നായി വെന്തിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. രണ്ടായിട്ട് ഇളകി വരും. 2 തട്ടായിട്ടേ. അപ്പം ഇനി ഇതിൻ്റെ ചൂട് പോട്ടെ.